إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏതൊരാളുടെ മനസ്സിലും സദാസമയവും ഉണ്ടാകുന്ന ഒരു ആശയമാണ് വിജയിക്കണം, വിന്നാവണം എന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഒഴുകുന്ന ഏതൊരു പ്രവർത്തനത്തിലും നമ്മൾ ലക്ഷ്യമായി കാണുന്നത് ആ ഒരു സക്സസ് ആണ്. പഠനത്തിൽ മുഴുകുന്ന വിദ്യാർത്ഥി ആനുവൽ എക്സാം വരുന്ന സമയത്ത് വിജയിക്കാൻ വേണ്ടി പഠിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. കച്ചവടം ചെയ്യുന്ന ആളുകളും മറ്റു ജോലികളിൽ മുഴുകുന്നവരെല്ലാം വിജയമാണ് ആഗ്രഹിക്കുന്നത്, അവർ മുന്നിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ ആ വിജയം ടെമ്പററി മാത്രമാണ്, നൈമിഷികമാണ്, നശ്വരമാണ്, ശാശ്വതമല്ല. നിങ്ങൾക്കിവിടെ ദുനിയാവിൽ എന്തൊന്ന് നൽകിയോ അത് ദുനിയാവിന്റെ വിഭവങ്ങളാണ്, ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ എന്തൊന്നാണോ ഉള്ളത് അതാണ് വമാ ഇൻദല്ലാഹി ഖൈറു വഅബ്ഖാ, ബാക്കിയാകുന്നതും ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിന്റെ അടുക്കലുള്ള വിജയമാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? സഹോദരങ്ങളെ, ഐഹികവും പാരത്രികവുമായ ശാശ്വതമായ വിജയത്തെക്കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാണോ എന്നതിനെ കുറിച്ച് നാം നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്ന ഫൗസ്, ഫലാഹ്, നജാഹ് എന്നീ പറയപ്പെട്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നാം ഒന്ന് പഠന വിധേയമാക്കണം. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്നുള്ള അധ്യായത്തിലെ ആദ്യ വചനങ്ങൾ തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, എന്താണ് അവർ വിജയിക്കാനുള്ള കാരണം, വിജയത്തിന്റെ മാനദണ്ഡം? അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്.
ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല. വിജയിച്ച ആളുകൾ, ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം പരിശുദ്ധി പ്രാപിച്ചവർ, അവർ നമസ്കരിക്കുന്നവരാണ്. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അബ്ദിഹി മിൻ അമലിഹി. ഒരു അടിമ നാളെ ഖിയാമത്ത് നാളിൽ തന്റെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യമായി വിചാരണ ചെയ്യുന്നത് സ്വലാത്തുഹു, അവന്റെ നമസ്കാരത്തെ കുറിച്ചാണ്. ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ. ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ ശരിയായാൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിറ. നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവന്റെ കാര്യം മോശമാണോ എങ്കിൽ അവൻ നഷ്ടപ്പെട്ടു, എല്ലാം ലോസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരം നിലനിർത്തുന്ന ആളുകൾക്കാണ് വിജയം. മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ 7 സിനീൻ. 7 വയസ്സായാൽ നിങ്ങളുടെ മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10. 10 വയസ്സായാൽ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ അവരെ അടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശാശ്വതമായ വിജയത്തിന്റെ അടിസ്ഥാനം, സ്വർഗീയ ലോകത്തെ വിജയം ലഭിക്കാൻ സഹോദരങ്ങളെ, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. നീ നിന്റെ കുടുംബത്തോട്, മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. എത്ര ആളുകൾക്ക് റമദാൻ കഴിഞ്ഞിട്ട് സുബഹി ജമാഅത്ത് പള്ളിയിൽ വന്ന് നമസ്കരിക്കുവാൻ സാധിച്ചു? സഹോദരങ്ങളെ, നമ്മൾ അവസാനിപ്പിക്കുകയല്ല, നമ്മൾ തുടർത്തുകയാണ്. വിജയം ലഭിക്കുന്നതുവരെയും നമ്മൾ പരിശ്രമിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, മൻ സമിഅ ഹയ്യാലൽ ഫലാ. ഹയ്യാലൽ ഫലാ എന്നൊരാൾ കേട്ടിട്ട് ഫലം യുജിബ്, അവനൊരാൾ അതിനെ മറുപടി നൽകിയിട്ടില്ല എങ്കിൽ ഫഖദ് തറക സുന്നത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയാണ് അവൻ ഉപേക്ഷിച്ചത് എന്ന്. അതിന്റെ വിശദീകരണത്തിൽ കാണാം, ഫമൻ തറക സുന്നത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ആരാണ് ഉപേക്ഷിക്കുന്നത്, യുഖ്ഷ അലൈഹി അൽ ഹലാകു വദ്ദലാൽ, അവൻ നാശവും വഴികേടും അവൻ ഭയപ്പെടണമെന്ന്. സഹോദരങ്ങളെ, ആത്യന്തികമായ രക്ഷയുടെ വിജയത്തിന്റെ അടിസ്ഥാനം വമൻ യുതഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അല്ലാഹുവിനെയും റസൂലിനെയും ആരനുസരിക്കുന്നുവോ അവർക്കാണ് ഏറ്റവും വമ്പിച്ച വിജയമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിഷയം വരുമ്പോഴും അള്ളാഹും റസൂലും ഈ വിഷയത്തിൽ എന്താണ് കൽപ്പിച്ചത് എന്ന് നോക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅതു ബിഹി. നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല അവനെ ഞാൻ കൊണ്ടുവന്നതിനെ, അതിനെ പിന്തുടരുന്നത് വരെ. അവന്റെ ഇച്ഛ, അവന്റെ മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കൽപ്പിച്ചത്, ഇങ്ങനെയാണോ പഠിപ്പിച്ചത് എങ്കിൽ അതാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് പറയാനും അത് ചെയ്യാനുള്ള മാനസികാവസ്ഥയുണ്ടാകണം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖീറതു മിൻ അംരി വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഒരു സത്യവിശ്വാസിനിക്കും ഒരു ഓപ്ഷൻ ഇല്ല, അവരുടേതായ അഭിപ്രായമില്ല. അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ വിധി കൽപ്പിച്ചാൽ പിന്നെ അതിനനുസരിക്കുക, അതിനെതിരെ പ്രവർത്തിച്ചാൽ സഹോദരങ്ങളെ വ്യക്തമായ വഴികേടിലാണ്. ഏതൊരു വിഷയത്തിലും അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഫലാ വറബ്ബിക, നിന്റെ രക്ഷിതാവാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ ഈമാനുള്ളവരാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അവർ നബിയെ നിങ്ങളെ വിധികർത്താവാക്കണം, പൂർണ്ണമായി കൊണ്ടതിനെ വയുസല്ലിമു തസ്ലീമാ തുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമാ, പൂർണ്ണമായി അതിനോട് കീഴ്പ്പെട്ട് സമിഅനാ വഅതഅനാ, അങ്ങനെയാണ് വിശ്വാസികൾ പറയുക. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, വിശുദ്ധ ഖുർആൻ പറയുന്നു സഹോദരങ്ങളെ, സത്യവിശ്വാസികളുടെ വാക്ക് എന്തായിരിക്കും? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ അയ്യഖൂലു സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവിടെയാണ് വിജയം. ഞങ്ങളുടെ റബ്ബ് എന്തു പറഞ്ഞു? ഞങ്ങൾ സമിഅനാ, ഞങ്ങൾ അത് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലെന്താണ് പഠിപ്പിച്ചത്? സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അവിടെയാണ് വിജയമുള്ളത്. വമൻ യുതഇല്ലാഹ വറസൂലുഹു വയഖ്ശല്ലാഹ വയത്തഖി ഫഉലൈക ഹുമുൽ ഫായിസൂൻ, വിജയികളായ വിക്ടറി നേടിയ ആളുകൾ ആരാണ്? വിന്നായിട്ടുള്ള ആളുകൾ ആരാണ്? സഹോദരങ്ങളെ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട്
ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കാണ് വിജയമുള്ളത്. ആ ശാശ്വതമായ വിജയമാണ് സഹോദരങ്ങളെ നമ്മൾ നേടിയെടുക്കേണ്ടത്. മറ്റൊന്ന് സഹോദരങ്ങളെ, ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും. ആ സന്ദർഭത്തിലൊക്കെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഖദ് അഫ്ലഹ മൻ അസ്ലമ, മുസ്ലിമാണോ എങ്കിൽ അവൻ വിജയിച്ചു. വിജയത്തിന്റെ മാനദണ്ഡം റബ്ബിന് ജീവിതം സമർപ്പിക്കുക എന്നതാണ്. അവന് നൽകിയപ്പെട്ട റിസ്കിൽ അവൻ എന്താണ്? മതിയായവനാണ്. ആർത്തിയില്ല, അത്യാഗ്രഹമില്ല. അൽഹംദുലില്ലാ, ജീവിക്കാനുള്ള വക ലഭിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹു അവന് നൽകിയതിൽ അവൻ തൃപ്തനാണ്, സംതൃപ്തനാണ്. മതിവരാത്ത മനസ്സിൽ നിന്ന് മതിവരാത്ത നിറയാത്ത ഹൃദയം, സഹോദരങ്ങൾ, അതിൽ നിന്ന് റബ്ബിനോട് നാം രക്ഷ തേടണം. അൽഹംദുലില്ലാ, ഇത്രയും ഇല്ലാത്ത ആളുകള്, എത്രയോ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, വിജയത്തിലുള്ള മാർഗമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം. അല്ലാഹു നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ചോദിച്ചതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു നൽകിയ നിഅമത്തുകൾ എണ്ണിക്കണക്കാക്കിയാൽ സാധ്യമല്ല നിങ്ങൾക്ക്. പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നിഅമത്തുകളും നിങ്ങൾക്കുണ്ട്. സിഹത്തില്ലേ, ആഫിയത്തില്ലേ? സഹോദരങ്ങളെ, എത്ര ആളുകളുണ്ട് സിഹത്തും ആഫിയത്തും ഇല്ലാത്തവരായിക്കൊണ്ട്? ഒഴിവ് സമയം, അതൊക്കെ നമുക്ക് ലഭിക്കുന്ന വലിയ നിഅമത്താണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമതാനി മഗ്ബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, അതിൽ അധികം ആളുകളും വഞ്ചിതരാണ്. അസ്സിഹത്തു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യം, ഹെൽത്താണ്. മറ്റൊന്ന് ഒഴിവ് സമയമാണ്, ഫ്രീ ടൈമാ. ഇനി വെക്കേഷനൊക്കെയാണ് വരാൻ പോകുന്നത്. എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ലേ? മക്കൾക്ക് മൊബൈലും കൊടുത്ത് അങ്ങനെ വിട്ട് നടക്കുകയാണോ? അല്ല സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് അവർക്ക് വേണ്ട തർബിയത്ത് നൽകാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനും ഇസ്ലാമിന്റെ ആദാബുകൾ വീട്ടിൽ നിന്നുകൊണ്ട്, അതെ, ടേബിൾ മാനേഴ്സ്, മക്കളും ഭാര്യയും എല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ മോനെ നീ ബിസ്മി ചൊല്ലണേ, വലത്തെ കൈ കൊണ്ട് കഴിക്കണേ, നിന്റെ സൈഡിൽ നിന്ന് കഴിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് നടത്തിയത് അതാണ്. വിജയിച്ച കുടുംബങ്ങൾ സ്വർഗത്തിലേക്ക് ഒന്നിച്ച് പ്രവേശിക്കാൻ, കടന്നു പോകാൻ സാധിക്കുന്നവർക്ക് സഹോദരങ്ങളെ ദീനിന്റെ ശിആറുകളും ദീനിന്റെ നിയമങ്ങളും ഒക്കെ പാലിച്ചവർക്കാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അല്ലാഹു നൽകിയ നിഅമത്തുകളെ നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു നൽകിയ നിഅമത്തുകൾ, ആദ് സമുദായത്തിന്റെ അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നൂഹ് നബിയുടെ ജനതയ്ക്ക് ശേഷം ആദ് സമുദായത്തിന് നിങ്ങൾക്ക് ആഹാര വടിവ് നൽകി. അതായത് നല്ല ശക്തിയുള്ള ആളുകളായിരുന്നു ആദ് സമുദായത്തിൽ. എന്നിട്ടാണ് അവരോട് പറഞ്ഞത് അല്ലാഹു നൽകിയ നിഅമത്തുകളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ വിജയിച്ചേക്കാമെന്ന്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ നമ്മൾ മറന്നു പോകരുത്, ഒരിക്കലും നമ്മൾ മറക്കരുത്. നമ്മൾ ശ്വാസം, നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നത്, നമ്മൾ നെടുവീർപ്പിടുന്നത് എല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. എഴുന്നേൽക്കുന്നത്, നടക്കുന്നത്, ഇരിക്കുന്നത്. ഒരു വേദന വന്നാൽ എത്രയോ ആളുകൾ പ്രയാസപ്പെടുന്നു കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി. അൽഹംദുലില്ലാ, നമ്മൾ അറിയാതെ സ്തുതിച്ചു പോകും. അങ്ങനെ ലൈൻ ശകർതും ലഅസീദന്നകും, നിഅമത്തുകളെ മനസ്സിലാക്കി അല്ലാഹുക്ക് ശുക്ർ ചെയ്യുമ്പോഴാണ് അല്ലാഹു കൂടുതൽ തരിക. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് കൂടുതൽ നൽകും. ഒരൽപ്പം, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നു തന്റെ അടിമയിൽ നിന്ന് അൽഹംദുലില്ലാ എന്നവന് പറയുമ്പോ. കാരണം എന്താ? തൊണ്ടയിൽ നിന്ന് വെള്ളം വായിലൂടെ, ചങ്കിലൂടെ, നമ്മുടെ അന്നനാളത്തിലൂടെ വയറ്റിലേക്ക് ഇറക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന, അതിനുവേണ്ടി ലക്ഷങ്ങൾ ദിവസവും നൽകുന്ന, ഹോസ്പിറ്റലിലും ഐസിയുലും കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമുക്ക് എന്താ അൽഹംദുലില്ലാ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടല്ലോ. അതിലൊന്ന് അൽഹംദുലില്ലാ അല്ലദീ അത്അമ വസഖാ വസവ്വഅഹു വജഅല ലഹു മഖ്റജ. റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അത്അമ വസഖാ, കുടിപ്പിച്ചു, തിന്നാൻ നൽകി. വസവ്വഅഹു,
അതിനെ ഡൈജഷൻ, അതേ ആ ഒരു കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിൽ അത് ദഹിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. വജഅല ലഹു മഖ്റജ, അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത്. അതിനേക്കാൾ വലിയ നിഅമത്ത് എന്തുണ്ട് സഹോദരങ്ങളെ? ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ, ഒന്ന് മൂത്രമൊഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് ട്യൂബ് ഇട്ടുകാണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ഉണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മൾ എത്ര സ്തുതിച്ചാലും അല്ലാഹുവിന്റെ നിഅമത്തുകൾ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സല്ലല്ലാഹുൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവിനോട് നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കുക. فإنه لم يعط أحدا بعد اليقين خيرا من العافية. ഒരാൾക്ക് ഈമാൻ കിട്ടിയതിനു ശേഷം, ദൃഢവിശ്വാസത്തിന് ശേഷം നൽകിയ ഏറ്റവും വലിയ ഖൈർ എന്താ? ഏറ്റവും വലിയ നിഅമത്ത് ആഫിയത്താണ്, സൗഖ്യമാണ്. അതുകൊണ്ടാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതായ ദിക്റുകളിൽ اللهم إني أسألك العفو والعافية في الدنيا والآخرة، اللهم عافني في جسدي، اللهم عافني في سمعي، اللهم عافني في بصري. റബ്ബേ, എന്റെ ശരീരത്തിന് ആഫിയത്ത്, എന്റെ കേൾവിക്കും എന്റെ കാഴ്ചക്കുമൊക്കെ ആഫിയത്ത് നീ നൽകണേ എന്നുള്ള പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിത്യമായി സുബൈ കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയങ്ങളിലും അസർ കഴിഞ്ഞ് മഗ്രിബ് വരെയുള്ള സമയങ്ങളിൽ ഇങ്ങനെ സഹോദരങ്ങളെ അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് ശുക്റുള്ളവരായിക്കൊണ്ട് ജീവിച്ചാൽ അള്ളാഹു നമുക്ക് ആഫിയത്ത് നിലനിർത്തി തരും. റബ്ബിനെ ഇബാദത്ത് നിർവഹിക്കുവാൻ വേണ്ടി. മറ്റൊന്ന് സഹോദരങ്ങളെ, റബ്ബിനെ ഓർക്കലാണ്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ജുമുഅ കഴിഞ്ഞ് നിങ്ങളുടെ മഈശത്തിന് വേണ്ടി ഫൈദാ ഖുദിയത്തിസ് സ്വലാ ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ജുമുഅ കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മഈശത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെട്ടോളൂ, അന്വേഷിച്ചോളൂ. പക്ഷേ വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ ധാരാളം അല്ലാഹുവിനെ ഓർക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചവരായേക്കാം. വിജയിക്കാനുള്ള ഫലാഹിന്റെ മാർഗം റബ്ബിനെ ഓർക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഫദ്കുറൂ നിഅമല്ലാഹിൽ മുബശ്ശിറ അലൈക്കും, അല്ലാഹു നൽകിയ സന്തോഷകരമായ അനുഗ്രഹങ്ങൾ, അനുഭൂതികൾ നിങ്ങൾ ഓർക്കണം. വഷ്കുറു അലൈഹാ ബിതആതിഹി വഇബാദതിഹി വഹദ, അതിന് ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നേരത്തിന് നമസ്കരിക്കാൻ വരണം, ഇബാദത്തുകൾ നിർവഹിക്കണം അല്ലാഹുവിന് മാത്രമായി കൊണ്ട്. കൈ തഫൂസു വതസ്അദു വതനാലുൽ ഖുലൂദ ഫിൽ ജന്ന, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി, ശാശ്വതമായി സ്വർഗീയ ലോകത്ത് ശാശ്വതമായ വിജയം ലഭിക്കുവാൻ വേണ്ടി സഹോദരങ്ങളെ അല്ലാഹു നൽകിയ നിഅമത്തുകൾക്ക് നമ്മൾ ശുക്റുള്ളവരാവണം. മറ്റൊന്ന് സഹോദരങ്ങളെ, തിന്മയുടെ ആധിക്യം പല രൂപത്തിലും തിന്മകൾ, ഹറാമുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനോട് ഒരിക്കലും രാജിയാവരുത്. ജീവിതത്തിൽ ആ തിന്മകളോട് പൊരുതിക്കൊണ്ട് വിജയിക്കാൻ, ഫലാഹ് നേടാൻ നമുക്ക് സാധിക്കണം. ഖുല്ലാ യസ്തവിൽ ഖബീസ് വത്വയ്യിബ്, നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി. അതുകൊണ്ട് വത്തഖുല്ലാഹ ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബി ലഅല്ലകും തുഫ്ലിഹൂൻ, ബുദ്ധിയുള്ളവരെ നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക, നിങ്ങൾ വിജയിച്ചേക്കാം. വിജയിക്കാൻ തിന്മകളോട് പൊരുതണം. തിന്മകളോട് രാജിയില്ലാതെ നന്മയുടെ മാർഗത്തിൽ പരിശ്രമിക്കുകയാണ് വേണ്ടത്. പാപത്തിന്റെ കറകൾ പുരണ്ടവരാണോ എങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി ഈമാനോടുകൂടി സൽക്കർമ്മങ്ങളിൽ മുന്നേറൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയികളിൽ ഉൾപ്പെട്ടേക്കാമെന്ന്. എത്ര ആയത്തുകളാണ് ഫലാഹിന്റെ വിഷയങ്ങൾ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസാബിറൂ വറാബിതു ഫത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ ക്ഷമിക്കൂ, ക്ഷമയിൽ മുന്നേറൂ, നിങ്ങൾ വിജയിച്ചേക്കാം ജീവിതത്തിലെ എല്ലാ രംഗത്തും. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു റിബ അദ്ആഫ മുളഅഫ, സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നു, ഇരട്ടിയായിക്കൊണ്ട് പലിശ വരുന്നതായ കച്ചവടങ്ങളുണ്ട്, ബിസിനസ്സുകളുണ്ട്. നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങൾ പലിശ തിന്നരുത്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ സഹോദരങ്ങളെ പ്രയാസമാണ്. കഠിന പ്രയത്നം നടത്തിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്, റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് വിജയത്തിനുള്ള നിദാനം. അതാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവസാന സമയത്തും ചോദിക്കുന്നുണ്ട്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള അമൽ ഏതാണ് നബിയെ? അൻതമൂത വലിസാനക റത്ബുൻ മിൻ ദിക്രില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് നീ മരിക്കുമ്പോഴും നിന്റെ നാവിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ദിക്ർ, റബ്ബിനെ ഓർത്തുകൊണ്ട്
സഹോദരങ്ങളെ, നമ്മുടെ നൃത്തത്തിലും അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, നൃത്തത്തിലും നടത്തത്തിലും കിടക്കുമ്പോഴും യാത്രയിലുമൊക്കെ റബ്ബിനെ ഓർക്കുക. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന റബ്ബിന്റെ മഹത്വങ്ങൾ വാഴ്ത്തുന്നവരായി നമ്മുടെ നാവുകൾ നനവുള്ളതായിരിക്കണം. അലാ ഇന്ന ദുനിയ മൽഊന, നിങ്ങൾ അറിയണേ ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. വമൽഊനും മാ ഫീഹാ, അതിലുള്ളതും ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുക എന്നതൊഴികെ. വആലിം വമാ വാലാഹു, അതിനെ തുറന്നുള്ള കാര്യങ്ങൾ, റബ്ബിനെ ഓർക്കുന്ന, റബ്ബിനെ സ്മരിപ്പിക്കുന്ന കാര്യങ്ങൾ. ഔ ആലിമുൻ ഔ മുതഅല്ലിം, ഇൽമു നേടുക, പഠിക്കുക, പഠിപ്പിക്കുക. അങ്ങനെ അല്ലാഹുവിന്റെ ദീനിനോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വമ്പിച്ച വിജയം സഹോദരങ്ങളെ, അത് സ്വർഗ്ഗമാണ്. ഫഖദ് ഫാസ ഫൗസൻ അലീമ, വമ്പിച്ച വിജയം ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ നമ്മോട് വിട പറഞ്ഞു. എന്നാൽ നാം നിർവഹിച്ചതായ ഇബാദത്തുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഒരാൾക്കും ഒരു ഗ്യാരണ്ടി ഉറപ്പ് പറയാൻ സാധ്യമല്ല. നമ്മുടെ മനസ്സിന് നൽകിക്കൊണ്ടേയിരിക്കേണ്ട മെഡിസിൻ അത് നമ്മൾ തുടർത്തിക്കൊണ്ടേയിരുന്നാൽ മാത്രമാണ്. ഇസ്തിഖാമത്തോടുകൂടി നേരെ ചൊവ്വേ നിലകൊള്ളുക, തെറ്റിപ്പോകാതിരിക്കുക. തിന്മകൾ നമുക്ക് മുമ്പിൽ വ്യാപകമാണ്. റമളാൻ കഴിഞ്ഞതോടുകൂടി പഴയ തിന്മകളിലേക്ക് നമ്മൾ മടങ്ങുകയാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെക്കാൾ ഏറ്റവും വലിയ നഷ്ടക്കാർ മറ്റാരുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. തിന്മയോട് രാജിയാവാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് ആ മാർഗത്തിൽ നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്കാണ് സഹോദരങ്ങളെ ഏത് സമയത്തും മരണം വന്നാലും മലക്കുകൾ ആ സമയത്ത് ഇറങ്ങി വരും. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിജയം, റബ്ബിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും എല്ലാം നിങ്ങളുടെ പക്കലേക്ക് ഇറങ്ങുന്നതാണ്. മരണസമയത്ത് റാഹത്തോടെ സമാധാനത്തോടുകൂടി വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ, റബ്ബേ മരണം എന്നത് ഈ ദുനിയാവിന്റെ എല്ലാ ശർറിൽ നിന്നുമുള്ള ഒരു റാഹത്താക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു പ്രാർത്ഥന നമ്മൾ എല്ലാവരും പഠിക്കണം. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജഅലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ. അർത്ഥവത്തായ പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, റബ്ബേ എന്റെ ദീനിനെ നീ നന്നാക്കി തരണേ. 5 നേരം നമസ്കരിക്കാൻ, കൃത്യമായി പള്ളിയിൽ പോകാനും ഇബാദത്തുകൾ ഒരു മുടക്കവും വരാതെ, നന്മകൾ ഏതെല്ലാം ഉണ്ടോ, സുന്നത്ത് നോമ്പ് മറക്കേണ്ടതില്ല. ശവ്വാലിലെ 6 നോമ്പ്, മൻസാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ, കാലം മുഴുവൻ നോമ്പ് പിടിച്ചവരെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ശവ്വാൽ കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും 6 ദിവസം തുടർച്ചയായി വേണമെന്നില്ല. എപ്പോഴാണ് കഴിയുന്നത് ശവ്വാൽ നമുക്ക് ഏതെങ്കിലും ദിവസങ്ങളിൽ 6 നോമ്പ് റമളാനിലേത് പിടിച്ചത്. സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് അഫ്ളൽ എന്താണ്? റമളാനിൽ വിട്ടുപോയ ഫർള് ആദ്യം എടുത്തുകൊണ്ട് പിന്നെ സുന്നത്തെടുക്കുന്നതാണ് അഫ്ളൽ. എന്നാൽ ഇനി അതിന് സാധ്യമല്ല, ആ ശവ്വാലിന്റെ സുന്നത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതും ആദ്യം എടുക്കാവുന്നതാണ്. വിട്ടുപോയത് ആയിഷ റളിയല്ലാഹു തആലയൊക്കെ പിന്നീട് നോറ്റുകൂട്ടിയതൊക്കെ ആയി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരു നന്മയും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ജീവിതം എന്നത് ദീനിന്റെ കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഓക്കെ ആക്കണം. അതാണ് അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, എന്റെ ദീനിന്റെ കാര്യങ്ങൾ നന്നാക്കണേ റബ്ബേ. അത് കറക്റ്റ് അല്ലേ? കൃത്യമായിട്ട് ഞാൻ എണീക്കുന്നില്ലേ നിസ്കരിക്കാന്? ആ വിത്തറും ഞാൻ തഹജ്ജുദും ഞാൻ രാത്രി നമസ്കാരം നിർവഹിച്ചവനായിരുന്നല്ലോ, അതെനിക്ക് തുടർത്താൻ സാധിച്ചിട്ടുണ്ടോ? ആ വിത്തറ് ഞാൻ ഇന്നലകളിൽ നമസ്കരിച്ചു
നമസ്കരിച്ചിട്ടുണ്ടോ പെരുന്നാളിന് ശേഷം എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. മനസ്സിനോടുള്ള ഒരു ആത്മപരിശോധന, ഒരു ആത്മവിചിന്തനമാണ് സഹോദരങ്ങളെ. അങ്ങനെ ഇങ്ങനെയൊന്നും വിജയിക്കാൻ നമ്മളെ ശൈത്താൻ സമ്മതിക്കുകയില്ല. പിശാച് നമ്മളെ നന്മയുടെ മാർഗത്തിൽ നിന്ന് തടയുക തന്നെ ചെയ്യും. അതിന് പിശാചിനോടുള്ള ഒരു വലിയ ഫൈറ്റ് ആയിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. എന്റെ കാര്യത്തിന്റെ എല്ലാം പ്രൊട്ടക്ഷൻ എന്താണ്? എന്റെ ദീനാണ്. ദീനുള്ളവർക്കാണ് സഹോദരങ്ങളെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. വഅസ്ലിഹ് ലി ദുനിയായ അല്ലത്തി ഫിഹാ മആശി. അതും നമ്മൾ തേടണം റബ്ബിനോട്. റബ്ബേ, എന്റെ ദുനിയാവ്, എന്റെ കച്ചവടം, എന്റെ ബിസിനസ്, എന്റെ മക്കളുടെ പഠനം, ദുനിയാവിലെ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ നന്നാക്കി തരണേ റബ്ബേ. വഅസ്ലിഹ് ലി ദുനിയായ അല്ലത്തി ഫിഹാ മആശി. ഞാൻ ജീവിക്കുന്ന ഈ ദുനിയാവാണ്, ദുനിയാവിൽ കിട്ടണം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. കാരണം ജീവിക്കുന്ന ദുനിയാവ് അതിൽ ഹസനത്ത് കിട്ടണം, പിന്നെ മരണത്തിന് ശേഷം ആഖിറത്തിലും ഹസനത്ത് കിട്ടണം. ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ ആയിക്കോട്ടെ എന്നുള്ളതല്ല, ദുനിയാവും നന്മയാവണം. ഏറ്റവും നല്ലതാണ് നമ്മൾ തേടേണ്ടത്. അസ്ലിഹ് ലി ദുനിയായ അല്ലത്തി ഫിഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലത്തി ഫിഹാ മആദി. റബ്ബേ, എന്റെ ആഖിറത്ത് നന്നാക്കണേ. ശാശ്വതമായ വിജയത്തിൽ എനിക്ക് മടങ്ങിപ്പോകാനുള്ള കേന്ദ്രം അത് പരലോകമാണ് റബ്ബേ, അത് നന്നാക്കണേ. വജഅലിൽ ഹയാത സിയാദത്തൻ ലി ഫി കുല്ലി ഖൈർ. റബ്ബേ, എന്റെ ജീവിതം എന്നത് നന്മകൾ വർദ്ധിപ്പിക്കുന്നതാക്കണേ. വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ. എന്റെ മരണം എവിടെയായിരുന്നാലും ഏത് സമയത്തും എപ്പോഴായിരുന്നാലും റബ്ബേ, ഒരു റാഹത്ത്, ദുനിയാവിന്റെ തിന്മകളിൽ നിന്ന് വിട്ടുമാറി സ്വർഗീയ ലോകത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുന്ന ഒരു റാഹത്താക്കി മാറ്റണേ എന്റെ മരണം എന്നത് റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്യന്തികമായ വിജയം നേടാൻ നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലുമെല്ലാം എല്ലാവിധ റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ ഈമാനോടെ ഇഖ്ലാസോടെ സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ അല്ലാഹു നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. റബ്ബിനെ ഇബാദത്ത് ചെയ്യാനുള്ള സിഹത്തും ആഫിയത്തും നൽകി അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.